ആരടാ അവൻ? അവനേട്ടാ വാടാ. അത് വേണ്ട, കുറച്ച് മതി. ഇവിടെ വന്നിട്ട് ആരുടെ മേത്തടാ കൈ വെക്കുന്നേ? അതെ, ഇവൻ ചെയ്ത പരിപാടിക്ക് ഇവനെ വെട്ടി തുണ്ടാക്കാൻ വേണ്ടത്. വെട്ടിട്ട് നീ ഇവിടെ വിട്ട് പോവാടാ. എന്താ മീൻ വിട്ടുന്ന സ്ഥലത്ത് വന്ന് കച്ചറ ഉണ്ടാക്കുക? എന്താ ഇവിടെ എന്താ പ്രശ്നം? ഇവൻ എന്താ ചെയ്തെന്നറിയോ? എന്താ ഞങ്ങളുടെ പെണ്ണുമായിട്ട് ഇവൻ അടുപ്പം കൂടിയിട്ട് അവളോട് സ്നേഹം നടിച്ചിട്ട് ഇപ്പൊ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ നോക്കുവോ? ഞങ്ങൾ എന്താ അവനെ വെറുതെ വിടണോ? ഇവൻ അങ്ങനത്തെ ഒരു പയ്യനല്ലല്ലോ. സത്യം എന്താ? ഇവരൊന്നും ആരൊന്നും അറിയില്ല കേട്ടോ, കള്ളം പറയാ. ആ പെണ്ണവിടെ? ദാ അവിടെ ഉണ്ട്, വിളിക്കടാ അവളെ. വാ വാ വാ, മാർക്കറ്റിൽ നിന്ന് പുറത്ത് വാ വാ വാ. ഏയ് വാ ഇങ്ങോട്ട്. ഇവിടെ നോക്കുമോളെ, നന്നായിട്ട് നോക്കി പറഞ്ഞ ഇവനാണോ? ഇത് നിന്റെ ജീവിതത്തിന്റെ കാര്യം മാത്രമല്ല, ഇവന്റെ ജീവിതത്തിന്റെ കാര്യം കൂടിയാ. ഇവന്റെ കല്യാണത്തിന്റെ ഏർപ്പാട് കടന്നുകൊണ്ടിരിക്കുക. കല്യാണ പത്രികയും കൊടുത്തു തുടങ്ങി. ഇങ്ങനെ ചുമ്മാ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതമല്ലേ പോകുന്നത്? പറയടി, എന്താ വായടിച്ചിരിക്കുന്നേ? എന്താ സത്യത്? നീ എന്താ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ അനിയനെ കുറ്റപ്പെടുത്തുന്നേ? ചുമ്മാ ഇരിക്കണം. ഒന്ന് ചെയ്യില്ല. ഇപ്പൊ കണ്ടില്ലേ പ്രശ്നം ഇവന്റെ ഭാഗത്ത്. എന്നിട്ട് അവിടെ പോയി ഒച്ചുണ്ടാക്കിട്ട് എന്തിനാ? ഇന്ന് നീയൊക്കെ കൂടി ഇവനെ വിട്ടു, നാളെ അവരോ നിങ്ങളെ വിട്ടു. നിങ്ങളുടെ പ്രശ്നമൊക്കെ നാട്ടുകാരെ മുഴുവൻ പ്രശ്നമാക്കി മാറ്റിയിട്ട് എന്ത് കിട്ടാനാ? അവൻ എടുത്തോണ്ട് പോയി കാര്യങ്ങളൊക്കെ തീർക്കാൻ നോക്കും. മാറ മാറ. ഞാൻ റെഡി. ബുജിബാബു 40 വർഷം മുന്നേ എന്റെ തലവരെ കണ്ട അതേപോലെ തന്നെയുണ്ട്. എനിക്ക് എത്രമാത്രം സന്തോഷമായി നിനക്ക് അറിയോടാ. അരപ്പിരി പൊട്ട രാജാവിന്റെ വേഷട്ടോട്ടാണോ കെട്ടിപ്പിടിക്കുന്നത്? കത്തിയങ്ങാനും കൊള്ളാൻ പാടില്ലാത്തടത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഞാനും വടിയാവും, നീ അകത്താവും. അറിയോ? എടാ, നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേടാ. സ്നേഹവും ശ്രേമിയൊന്നും ഇല്ലടോ. ഓരോരോ നാടുകളില് സ്വന്തം മക്കൾക്ക് അച്ഛന്മാര് മോതിരം, ചെയിന്, ജീൻസ് ഇതൊക്കെയാ മേടിച്ചു കൊടുക്കാറുള്ളത്. എന്നാ താനോ തന്റെ കടയിൽ വിറ്റുപോകാത്ത പഴയ തുണിയും വിഗുവല്ല എന്നെ ഉടുപ്പിച്ച് തെരുവ് തോറും തെണ്ടിക്കല്ലേ എന്നെ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു പെട്ട രാജാവിനെ ഒരു ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കണ്ണാടി വെച്ചിട്ട് കണ്ണ് നിർന്നു, മണ്ട മറക്കച്ചാ. നേരത്തെ ഇന്ത്യൻ ഗെറ്റപ്പിൽ നീ കോളേജിന് മുമ്പിൽ നിന്നില്ലേ? അപ്പൊ ആ കോളേജിലെ കറസ്പോണ്ടന്റ് അത് കണ്ടിട്ട് അതേപോലുള്ള 4 വേഷം അദ്ദേഹത്തിന് വേണമെന്നാ പറയുന്നത്. അഡ്വാൻസ് തന്നിട്ടുണ്ട്, പിടിച്ചോ. എനിക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടല്ല ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ട് തന്നെ ഞാൻ കറങ്ങാൻ വിടുന്നേ. അതിലൊരു ബിസിനസ് ഉണ്ടാ. ഇങ്ങനെ ഡ്രസ് ഇട്ട് വിട്ടാ തന്നെ കുട്ടൻസ് എനിക്ക് മനസ്സിലായ എങ്ങനെയുണ്ടടാ എന്റെ ഭീകര ബുദ്ധി. ഈ മത്തങ്ങ തലയില് ഇത്ര അതിഭീകര ബുദ്ധിയോ? അച്ഛൻ എന്റെ ബാറ്റ് ഇങ്ങ് തന്നെ, ഇന്ന് എന്റെ ലവ് ഡിക്ലെയർ ചെയ്യാനോ? നിക്കടവിടെ. എന്താ? മെയിൻ മാർക്കറ്റിലേക്ക് പോകരുത് നിന്നോട് എത്ര തവണ പറഞ്ഞതാ? നീ കാരണം എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കാറില്ലല്ലോ. എന്താടാ ഇന്ന് മാർക്കറ്റിൽ തന്നെ കൊല്ലാൻ നോക്കിയില്ലേ? ഓ അതാണോ? അതൊരു പെണ്ണിന്റെ ജീവിതത്തിന്റെ പ്രശ്നം. ചുമ്മാ ചോദിച്ചു ഉത്തരം കിട്ടില്ലല്ലോ. ഒരെണ്ണം കൊടുത്താലേ വരൂ. എന്തിനാടാ എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നേ? നിന്നെ പഠിക്കാൻ വേണ്ടി വിട്ടപ്പോ അവിടെയും പ്രശ്നം ഉണ്ടാക്കി പഠിപ്പ് നിർത്തി. പിന്നെ റേഷൻ കടയിൽ ജോലി വാങ്ങി തന്നു, അവിടെയും പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് ഇറങ്ങിപ്പോന്നു. തെറ്റിയതാ ചോദ്യം ചെയ്യും. അതിന് ജോലി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? വേറൊരുത്തൻ്റെ അടുത്ത് കൈയിട്ടിയെന്ന് സമ്പാദിക്കുന്നതിനേക്കാളും മീൻ വെട്ടി സമ്പാദിക്കുന്നതിൽ എനിക്ക് കുറച്ചൊന്നുമില്ല. മീൻ മാർക്കറ്റിൽ പോയി ഗുണ്ടായസം കാണിക്കുന്നതാണോ നിന്റെ ജോലി? നീ കാരണം ഈ വീട്ടിൽ പോലും എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്ന ഇഷ്ടമല്ലല്ലേ? ഇഷ്ടമല്ലല്ലേ? അതെടാ, എനിക്ക് ഇഷ്ടമല്ല. എന്നാ പോയിക്കോ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോ. എടി, ഇത് നമ്മൾ തന്നെയാണോടി അച്ഛനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത്? കേട്ടാ, ഇവനൊക്കെ ഉണ്ടാക്കി നേരത്തെ വല്ല വാഴ വെച്ചാൽ മതിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നേ. കുറെ നാളായി കേൾക്കുന്നു. വാഴ വെക്കായിരുന്നോ? എടി, ഇവൻ പറയുന്ന കേട്ടാ, വാഴ വെച്ചാൽ മതിയായിരുന്നെന്ന്. ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയോ? നീ ഇങ്ങോട്ട് നോക്കിയേ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാം. പക്ഷേ ദൈവം എനിക്ക് നല്ലൊരു മകനെ തന്നിട്ടുണ്ട്. അത് മാത്രം ഞങ്ങൾക്കൊരു ആശ്വാസം. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്ത് ഞാൻ ചെയ്യുന്നിരിക്കും. നീ നിന്നെ ഇഷ്ടം പോലെ നടക്കുള്ളൂ അല്ലേ? ഇവിടെ നോക്കിയേ, വെറുതെ ഇങ്ങനെ എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല.
നീ നന്നായി വരും മോനെ. എടാ, കൈ വിടാ. കൈ വിടാൻ നിന്നോട് പറഞ്ഞേ. കൈ എന്താണ് വിടാ. ഇത്? അവൻ പോട്ടെ, വാ മോനെ. ഇങ്ങനെ ഒരു കുരുത്തം കേട്ടവൻ നിന്റെ കൂടെ പറഞ്ഞവനല്ലടാ അവൻ. അവന്റെ സ്വഭാവം നീ നോക്ക്. ഇവൻ മതിയടാ, ഇവൻ മാത്രം മതിയടാ എന്റെ പേര് കേൾക്കാനായിട്ട്. വേണ്ടെന്നേ. ആ, ഉവ്വ് 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 ഉവ്വ്. എടാ, ഇപ്പൊ വേണ്ട. ഇവനെ കണ്ടിട്ടെങ്കിൽ നീ ഒന്ന് പഠിക്കടാ, ഒന്ന് നന്നാവടാ. ദേ, ശോ. ആദ്യം നിങ്ങൾ സ്വയം നന്നാവാൻ നോക്ക്, എന്നിട്ട് മതി എന്നോട്. ഞാൻ നന്നാവണോ? ഉം. ആ, നന്നായിട്ട് കുഴച്ചുരുട്ടി കൊടുക്ക്, ഊട്ടി ഊട്ടി വളർത്താവനെ. എടി കണ്ടില്ലേ അവനെ അവൻ എന്തൊക്കെ പറഞ്ഞു പോകുന്നതെന്ന്. നീ mind ഇവന്റെ അതേ ചെയ്യണ്ട. നാട്ടം അവന്റെ സംസാരത്തിനുണ്ട്. അവൻ നന്നാവില്ല, അവൻ ഒരിക്കലും നന്നാവില്ല. ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന അപ്പന്മാരെ പിടിച്ച് നല്ലത് കൊടുക്കുക വേണ്ടത്. എപ്പോഴെങ്കിലും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമല്ലോ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. വായും കൊണ്ട് വെറുതെ മനുഷ്യനെ നോക്കി നോക്കി ശ്രദ്ധിച്ചു പോമോളെ. എന്താ മോനെ വണ്ടി തള്ളിക്കൊണ്ടിരുന്നേ? പെട്രോൾ തീർന്നോ? പെട്രോളൊക്കെ ഉണ്ട്. ആ കുട്ടികളൊക്കെ വളരെ സ്പീഡിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ, ആ സമയത്ത് വെറുതെ വണ്ടിയെ ഓടിച്ച് അവർക്ക് ബുദ്ധിമുട്ടാക്കണ്ടല്ലോ. ഓ, അതാ ശരി, ശരി. ഈ സ്ട്രീറ്റ് ടൈം കഴിയുന്നവരെ തള്ളിക്കൊണ്ട് പോയിട്ട് പിന്നെ അങ്ങ് ഓടിച്ചോണ്ട് പോകാലോ. ആ ശരി മോനെ, നീ പോയിക്കോ. ശരി. ആ, കൊള്ളാലോ, ഇതേപോലുള്ള പിള്ളേരൊക്കെ ഇക്കാലത്ത് ഉണ്ടോ ചേട്ടാ? ദാ, എന്താണിത്? ഇവനെന്താ പറ്റിയത്? കുറച്ച് ദിവസമായിട്ട് ഇവനൊരു പെണ്ണിന്റെ പുറകെ ആയിരുന്നു. രാവിലെ ഇവൻ ലവ് പറയാൻ പോയപ്പോ ഇവൻ പറയുന്നതിന് മുമ്പേ അവൾ അവനെ ഇടിച്ചടാ. എന്താന്ന് പ്രപ്പോസ് ചെയ്തതിനെ അവള് തല്ലിയെന്നോ? ഡാ, ആടാളിയാ, ഞാനായിരുന്നെങ്കിൽ എപ്പോഴേ തൂങ്ങിച്ചത്തനെ. ഡാ, ഓൾഡ് മോഡൽ ചെരുപ്പ് മുതൽ ന്യൂ മോഡൽ ചെരുപ്പ് വരെയുള്ള എല്ലാ ചെരുപ്പും കൊണ്ട് അടികൊണ്ടിട്ടുള്ള നീയാണോ പറയുന്നത്? അളിയ, ആണുങ്ങൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ 10 രൂപ കൊടുത്ത് പോയിസൺ വാങ്ങേണ്ട കാര്യമില്ല. 1 രൂപ കൊടുത്ത് റോസ് മേടിച്ച ഒരു പെണ്ണിനോട് ലവ് പ്രപ്പോസ് ചെയ്താൽ മതി. കൂട്ടം കൂടി എങ്ങനെയൊക്കെയാ അപമാനിച്ച് വിടുന്നത്. ഡാ, ആളാരെന്ന് കാണിച്ചാ അവക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അളിയ, അവിടെ ഒരു കൂട്ടം വരുന്നില്ലേ? അതില് മനസ്സിലായി. ആ? നിന്റെ കളറിന് മാച്ച് ആയിട്ട് ആ മുമ്പിൽ നടന്നു വരുന്നവളല്ലേ? പിങ്ക് കളർ ഡ്രസ്സില്ലേ അവളാണോ? എന്താ അങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രേമിക്കാൻ പാടില്ലേ? അതല്ലടാ, ചുമ്മാ അവളോട് എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കുമ്പോൾ ആള് മാറി പോയതിലൊന്ന് കരുതിയാ. അങ്ങനെ. ശരി ശരി, നീയൊക്കെ നിൽക്ക്, ഞാൻ പോരാ. അളിയ, ആ? വലുതായിട്ടൊന്നും കൊടുക്കല്ലേ. എന്ത്? മാർക്ക് ആ, നാളെ എങ്ങനെ അവളെന്റെ സ്വന്തമായി കഴിഞ്ഞാ പിന്നെ ഓക്കെ അളിയാ. ശരി ശരി, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് പോരാ. ഒളിച്ചുക. പ്രപ്പോസ് ചെയ്ത ആമ്പിള്ളേർ വേഗത്ത് കൈ വെക്കൂലേ നീ? വാ വാ. അശോകേ, ആ, നിനക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ അതൊരു ബീച്ച് കുതിരയല്ല. ദേഷ്യം വന്നാൽ നിന്റെ ദേഹത്തൂടെ കയറി പോകുന്ന റേസ് കുതിരയാണ്. സൂക്ഷിക്കണം. എക്സ്ക്യൂസ് മീ, നീ ശ്രീനാഥിന്റെ സിസ്റ്റർ അല്ലേ? അല്ല, അല്ലേ? കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ, തന്നെ പോയി ഇങ്ങനെയൊക്കെ പറയാമോ? അവൻ നിന്റെ ഫ്രണ്ടാണോ? ഫ്രണ്ടാണോ? പറ. അവനെ വിട്ടേക്കുന്നേ, മണ്ടന. എന്നാലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു കരുതിയില്ല. ആ, എന്നെ പോലെ ആരും കണ്ടിട്ടില്ലേ? അയ്യോ, ഇതുവരെ ഇല്ലെന്നേ. കണ്ടപ്പോ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ഇവിടെ ആരുടെ മോളാന്നറിയോ? ആ, അറിയാലോ, നമ്മുടെ ബ്രഹ്മാവിന്റെ മോളല്ലേ. ബ്രഹ്മാവോ? എല്ലാരും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവല്ലേ, ഒരു സുന്ദരിയായ കുട്ടിയെ കൂടി സൃഷ്ടിച്ചെന്നല്ലേ ഉള്ളൂ. അല്ലേ? ശരി. ഹലോ. എന്നെ ഓർമ്മയുണ്ടോ? ഇറ്റ്സ് ഓക്കേ. ഡാ, എന്താടാ പറഞ്ഞ എന്റെ അടുത്ത്? എന്താ പറഞ്ഞ? അളിയാ, അവൾ ആരാന്ന് കാണിക്ക്, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ നീ തിരിച്ചു വെച്ചല്ലോടാ. അതല്ലളിയാ, അവളോട് രണ്ടര പറയാൻ വേണ്ടിയാ പോയത്. പക്ഷെ ഫിഗർ കാണാൻ നല്ല സൂപ്പർ അല്ലടാ. അല്ല, കാണാൻ ഓക്കെയാന്ന് പറയായിരുന്നു. അതാ മനസ്സിലുള്ളിലൊന്ന് ചോദിച്ചു നോക്കിയത്. ഫ്രണ്ട് വേണോ ബാക്ക് വേണോ? ഫ്രണ്ട് വേണോന്ന് തീരുമാനായില്ലേ? അവക്കെന്നെ പിടിച്ചെന്നാ തോന്നളിയാ. ആ, You bloody black sheep! ജീവിക്കുകയാണെങ്കിൽ ഇവളുടെ കൂടെ ജീവിക്കണം. വിടടാ, അവനല്ലേ. हेलो, हाय राजीव. हाँ, वो मेल मिला है, बहुत अच्छा है. कैन यू प्लीज इन द डिटेल्स? हाँ. हेलो, यस सर. ഓക്കെ സർ. ഹലോ, അച്ഛൻ വന്നോ? ഞാൻ ഇപ്പോഴല്ല ഓഫീസിലേക്ക് വന്ന്. ശരി, ഇപ്പൊ വരാം. എന്താ രാവിലെ ഇങ്ങോട്ട് വന്ന്? ഒന്നുമില്ല മോളെ, നിന്നെ കാണാന്ന് വെച്ച് വന്നതാ. 8:30 ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നെ. ഇപ്പൊ 10:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും മോളെ കാണാൻ തോന്നിയോ? എന്താ മോളെ, നിന്നെ കാണാൻ എന്താ എനിക്ക് വന്നൂടെ? അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലാതെ അച്ഛൻ ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല മോളെ, നിന്നെ കാണണമെന്ന് തോന്നി, അതാ വന്നത്. വേറൊന്നുമില്ല. നീ എന്തോ ബിസി ആണെന്ന് എനിക്ക് തോന്നുന്നേ. നീ പോയി ജോലി ചെയ്തോ പോ. ഓക്കെ,
ഓക്കെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ബാക്കിയെല്ലാം പാരന്റ്സോട് സംസാരിച്ചോളൂ കേട്ടോ. ശരി ശരി. ഹലോ. എടി ശ്വേത, നിന്റെ അച്ഛൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ട്. രണ്ടുപേരും സംസാരിച്ചോണ്ട് പോകുന്നുണ്ട്. നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? എന്നെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതാ. എന്റെ അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്താടാ എല്ലാരും കഞ്ചാവടിച്ച കൊരങ്ങന്മാരെ പോലെ കിറങ്ങിയിരിക്കുന്ന? എന്ത് പറ്റി? ഇവൻ ആ ഡിസീസ് വന്നെന്നാ തോന്നുന്നേ. വന്നാ ഡേ ഡിസീസ് നിനക്കും വന്നാ? വിഷമിക്കണ്ട കളിയാ, ഇപ്പൊ ആയുർവേദത്തിൽ മരുന്നൊക്കെ ഉണ്ടെന്നേ. എടാ ബുജി, നീ വിചാരിക്കണ പോലെ ആ ഡിസീസ് അല്ലടാ, ഇവന് ലവ് ഡിസീസ് ആടാ വന്നേ. മോന്തക്കിട്ടൊരു കുത്തു വെച്ച നല്ലടല്ലോ. സീറ്റിന്റെ മോളിൽ കയറി സൈക്കിളിൽ ഓട്ടി കഴിഞ്ഞു. ഇനി എന്തിനാ അതിന്റെ ഇടയിൽ കൂടെ കാലിട്ട് ചവിട്ടാൻ നിൽക്കുന്നേ? ഇതെല്ലാം ഒരു ലവ്, അത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? എടാ അവിടെ എന്താ വേണ്ടേ? ആണല്ലേ ഇവിടെ? ഇത്രയും കാലം കൂടെ വെക്കുന്ന ഇവന് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് എങ്ങനെയാടാ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്? കള്ളം പറഞ്ഞ് വീഴ്ത്താൻ നോക്കുമ്പോൾ ഈസി ആയിട്ട് വന്ന് വീഴാറുണ്ട്. പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരാളെ നോക്കുമ്പോൾ അവരത് മനസ്സിലാക്കുന്നുമില്ല. ഞാൻ ഗായത്രി അടുത്ത് സംസാരിക്കാൻ കുറേ ട്രൈ ചെയ്തടാ, പക്ഷെ ഒരു വാക്ക് പോലും അവള് മിണ്ടിയില്ല. പ്രേമിക്കുന്നതിൻ്റെ വേദന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. നീ ഇപ്പോഴെങ്കിലും വിശ്വസിച്ചോ? റൗണ്ട് അടിച്ച് പറഞ്ഞ വിശ്വസിക്കോടാ റബ്ബർ വായ. നീ എന്നെ വിശ്വസിക്കണ്ട, അവളെന്നെ മാറ്റിയെടുത്തു. നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനിങ്ങനെ ആയിപ്പോയോന്ന് എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ ഞാൻ സത്യമായിട്ട് പറഞ്ഞാടാ, അവളില്ലാതെ എനിക്ക് പറ്റില്ലടാ. നീ സത്യം ചെയ്യുന്നൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. ശരി, നിനക്ക് വേണ്ടി അല്ലെങ്കിലും നാട്ടിലുള്ള മറ്റു പെണ്ണുങ്ങളുടെ മാനം കാക്കുന്നതിന് വേണ്ടി ആ പെണ്ണിനെ നിന്റെ കൂടെ ചേർത്ത് വെക്കുന്നതായിരിക്കും. ഇനി ലോകം തന്നെ എതിർത്താലും ആ പെണ്ണ് നിനക്കുള്ളതാ. ഇത് ഞാനാണ് സത്യം. ഓക്കെ? വാ വാ വാ, ചില്ലറില്ലെന്നേ. നല്ല പെടക്കണ ആ, മീൻ, അങ്ങ് എടുത്തോ. പെടക്കണ ചേട്ടാ, ചേട്ടാ, മീൻ. ഇങ്ങോട്ട് വാ ചേട്ടാ. നല്ല ചേട്ടാ, മീനാണ് ഇവിടെ ചേച്ചി. നല്ല പിടക്കണ മീനാ. ഒട്ടും ചേട്ടാ, ഇവിടെ വാങ്ങിക്കോ. ഇതിന്റെ വില എന്താ? ചേട്ടാ, അത് മുന്നൂറ് രൂപ ചേച്ചി. ഇവിടെ അധികം വില എന്താ ഒന്നുമില്ല. മോനെ, കറിയേക്കാൾ വിലയാണോ മീൻ? നല്ല കുറച്ച് പഴയ ചേച്ചി, ആളെ എടുത്തോ, എടുത്തോ. വിചാരിക്കരുത്, ഇതിനകത്തെ കൊഴുപ്പൊന്നുമില്ല. ഇങ്ങോട്ട് വാ നല്ല ചേച്ചി. മീനാ ഇത് തന്നെ. നല്ല അമ്പത് rate രൂപ, ആണ്. ഇങ്ങോട്ട് വാ. ഓരോരുത്തർ രാവിലെ ഹലോ. എഴുന്നേൽക്കും. ഇവിടെ നല്ല ഇപ്പൊ ഐറ്റം മാറിയിട്ടില്ല ഞാൻ. ഉണ്ട്. മീനൊക്കെ ഭയങ്കര വിലയാന്ന്. ആ, വരുമ്പോ കറി വാങ്ങിച്ചോ. ഇതെല്ലാം ചെറിയ മീനാണല്ലോ, വലിയ മീനൊന്നുമില്ലേ? കപ്പല് കടലിലോട്ട് പോയേക്കുക. തിരിച്ചു വരുമ്പോ ഞാൻ അറിയിക്കാം കേട്ടോ. ഒരു ലോറിയായിട്ട് വന്നാൽ മതി, വലിയ മീൻ നോക്കി കൊണ്ടുപോകാം. എന്താ ചേച്ചി, കവറായിട്ടല്ലേ വന്നത്? ഈ മീനൊന്നും കണ്ടിട്ട് വലുതായിട്ട് തോന്നില്ലേ? ഹലോ, ഞാൻ മീനിന്റെ കാര്യമല്ലേ പറഞ്ഞേ? എന്തിനാ അനാവശ്യം പറയുന്നത്? ഞാൻ എന്താ ആവശ്യമായിട്ട് പറഞ്ഞാ? ഞാൻ മീനെ പറ്റി തന്നെ പറഞ്ഞു. ഇല്ല, നിങ്ങൾ ആവശ്യം തുറന്ന് പറയുന്നത്. ഞാൻ അതിനെന്ത് പറഞ്ഞാ? വെറുതെ ഒരു പെണ്ണിനോട് എങ്ങനെ ആവശ്യം പറയണം നിങ്ങൾക്ക് അറിയില്ലേ? എന്താ പെൺപിള്ളേരുടെ അടുത്ത് സംസാരിച്ചാല്? ഡാ, 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 നിർത്തടാ. നിന്നെ കൊണ്ട് ആൾക്കാർക്ക് ഇവിടെ മീൻ വിൽക്കാൻ പറ്റില്ലല്ലോ. ശരി നോക്കടാ. എന്താടി ഈ ഡ്രസ്സിൽ വന്നിരിക്കുന്നത്? മുറിച്ചെറുക്കം വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചു അവന് വേണ്ടി ആഹാരം ഉണ്ടാക്കാനും പറഞ്ഞു. അവനെ ഉണ്ടല്ലോ ഞാൻ എന്തെങ്കിലും ഈ മീനകത്ത് സൈനൈഡ് വിട്ട് അവനെ ഞാൻ കൊന്നു കളയും. നോക്കിക്കോ നീ, മീനൊക്കെ തിന്ന് ചത്തുപോയാൽ മതിയായിരുന്നു. ആദ്യം നീ അത് ചെയ്യും, അവന്റെ എല്ലാ പ്രശ്നവും തീരട്ടെ. എടാ മോനെ, ചേച്ചിക്കൊരു ചായ പറടാ. അളിയാ, നീ ഭാഗ്യം ചെയ്തവനാണ് കേട്ടോ. എന്താ നിന്റെ പെണ്ണ് ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത്? അവന് ടിഫിൻ ബോക്സിലെ ജെട്ടിയും ബനിയനും ഒക്കെ കട്ടോണ്ട് വന്ന് തരാലോ. പല കളറുള്ളതിട്ട് നീ എന്നെ വെറുപ്പിക്കരുത്. ഡാ വെറുതെ ഇരുന്നോണം കേട്ടോ. അവള് നീ വിചാരിക്കുന്ന പോലെ സെയിൽസ് ഗേളൊന്നുമല്ല, ഈ ഷോറൂമിന്റെ മാനേജരാ. ശരി ശരി, നീ നിന്റെ ആളെ നോക്ക്. ഞാൻ അതിന്റെ ഇടയിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ. ശരി, വാ. എവിടെ? ശരി, വാ 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 വാ. അതെടുക്കോ. എക്സ്ക്യൂസ് മീ, ഇവളല്ലേ? ഞങ്ങൾക്ക് പല പല ഐറ്റംസ് വേണം. എന്ത് സെർവ് ചെയ്യണ്ടേ? ഞങ്ങൾ ഇതെടുത്താലോ? ഇവിടെ അടുത്ത് മേടിച്ചോളാം. കൊള്ളാല്ലേ? മാഡം, മാഡം ബിസിയാണ്, ഞാൻ എടുത്തുതരാം. മാം, എടാ, അവള് ഇത് ഫ്രീ നോക്കൂ. ആണ്. ഒരു മിനിറ്റ് അളിയാ. വേറൊന്ന് കാണിക്കോ? എന്റെ ഫ്രണ്ടിന്റെ വീടും ഫ്രീ ഐ ആയി. തിങ്ക് ദിസ് വിൽ സ്യൂട്ട് യു. എന്തിനാ ടെൻഷൻ? ഇത് കൊള്ളാല്ലേ? ഇത് കൊള്ളാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അതുകൊണ്ടല്ലേ ഞാൻ ദേ പറഞ്ഞത്. അതൊന്നും എടുക്കോ. എവിടെ? ഇത് കൊള്ളാമോ? കസ്റ്റമർ ഇല്ലാതെ ഫ്രീ ആയിരിക്കാന്നാ പറഞ്ഞേ. അതിന് ഞാനും കസ്റ്റമർ അല്ലേ? ഇത് ലേഡി സെക്ഷനാ, ജെൻ സെക്ഷൻ അവിടെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ കസ്റ്റമർ ഇല്ലാതെ ഫ്രീ ആയിരിക്കുമെന്ന്. ഓക്കെ ആണോ? കച്ചവടത്തെ പറ്റിയാണോ പറഞ്ഞത്? ഓക്കെ. ഓ, മനസ്സിലായി. മാം, നമുക്ക് ഇത് നോക്കുന്നുണ്ടോ? ഓക്കേ. എന്തിന്? ആ, Gents ആണെങ്കിൽ അതൊന്ന് എടുക്കാൻ gents ന് മാത്രം പറ്റും. തുണി എടുക്കാൻ അത്. ലേഡീസിന് എടുക്കാൻ ഇതല്ലേ വേണ്ടേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മോഡൽ കാണിച്ചു കൊടുക്ക. മോഡൽസ് കാണിക്കുന്നു. വാട നോക്കാം. ഇതെന്തായാലും സ്യൂട്ട് ആവില്ല കേട്ടോ. കഷ്ടകാലത്തിന് നല്ലവരായല്ലോ നീ. എവിടെ ഇത് ഓക്കെ അല്ലേ? ഒന്ന് വേറെ കാണിച്ച്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? കൺഫ്യൂഷൻ ഇതിന് കളറ് കൊള്ളാല്ലേ? ബുക്കും തരുമോ? വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടുവന്നരാം. ഏയ് മാഡം, എന്താ നിങ്ങളുടെ സെയിൽസ് ഗേള് കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യാത്തത്? വെറൈറ്റീസ് ഒന്നും കാണിച്ചു തരില്ലാന്ന് എന്താ നീ കാണിക്കുന്നേ? ഇത് നല്ലത് വേറെ കേട്ടില്ലേ? വേറെ നോക്കാം അല്ലേ? ബില്ലടിച്ചിട്ട് ഓ, വരാം. ഇതിന് കളർ കൊള്ളാം. ദിസ് ഇസ് ഓക്കെ. താങ്ക് യു. പല പല കളറുകൾ ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. എന്നാ നിന്റെ ആൾക്ക് കൊടുത്തേക്ക്. ഇതൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത്? നീയല്ലേ പറഞ്ഞ മനസ്സിൽ തോന്നുന്ന എല്ലാം ഒന്ന് സമ്മാനം തിരിച്ച് പാക്ക് ചെയ്ത് കൊടുക്കണം. വെച്ചേക്കട്ടോ. കൊടുത്തേക്ക്. ഇത് പിന്നെ എപ്പോഴും ഇതും കൂടെ ടച്ചിൽ എടുത്ത് തന്നെ വെച്ചേക്ക. പിന്നെ ഈ ഷോപ്പീസ് ഒന്നും ഇവിടെ വെക്കണ്ട, എല്ലാം എടുത്ത് മാറ്റിക്ക.
സക്സസ്. വാ വാ വാ. എക്സ്ക്യൂസ് മീ. വിളിച്ചില്ലേ? വർക്കൗട്ടായി. വാ 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 വാ. എന്താ ഇത്? ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് പറ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്ക്, വാങ്ങിക്കോളും. ഹാപ്പി ബർത്ത്ഡേ. മര്യാദയ്ക്ക് ഇതെടുത്ത് വെളിയിൽ പൊക്കോണം. ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലെന്നാ തോന്നുന്നേ. നിക്ക് 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 നിക്ക്. യെസ്. ഇതൊന്ന് എടുത്തിട്ട് കാശ് തിരിച്ചു തരുവോ? കാശൊന്നും തിരിച്ചു തരില്ല. തരില്ലെന്ന്. കാശായിട്ട് വന്നാ മതി. ഡാടാ. ശരി, ഇത് നിങ്ങൾ വെച്ചോ. ആ അപ്പൊ കാശ് പോയില്ലേ? സാരമില്ല, അത് ഞാൻ വേറെ രീതി മുതലാക്കിക്കോളാം. ആ ജീവിക്കണമെങ്കിൽ നിന്റെ കൂടെ മാത്രം. എന്താ അവന്റെ രോഗം എനിക്ക് വന്നല്ലോ? മുരിങ്ങയിട്ട് സാമ്പാർ വെച്ചോ, പിന്നെ നല്ല വെണ്ടയ്ക്ക തോരൻ ഉണ്ടായിക്കോ, തേങ്ങ വറക്കാൻ തുടങ്ങിയോ, പിന്നെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ വെച്ചോ. ഞാൻ ദേ ഇപ്പൊ വന്നേക്കാം. ഏയ്, എന്നെ എന്താടാ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇല്ല, ഈ തല ഞാൻ ഏതോ തലക്കെട്ടി കണ്ട പോലെ തോന്നി, അതാ ആലോചിച്ചെ. നിങ്ങളുടെ പേരെന്താ? ഡോ, മൂലസ്ഥാനത്താണോ മൂക്കൊണ്ട വെക്കുന്നത്? മൂക്കിടിച്ചാൻ പരത്തി കളയും. മാമി, കൊളുത്തി കഴിഞ്ഞില്ലേ? ഓ, വേഗം പോയ ഇവിടുന്ന്. സെൽഫോൺ കയ്യിലുള്ളവന്റെ മുമ്പ് ഇങ്ങനെ നിൽക്കല്ലേ? എന്റെ മോഹനല്ല നിൽക്കുന്നേ. ഇവിടെ നിൽക്കായിരുന്നു നീ. ഇവനവിടെ പോയി. കുട്ടിയുടെ ഈ പ്രാർത്ഥന കണ്ടിട്ട് ദൈവം തന്നെ സൃഷ്ടിച്ച ഒരു നല്ല സൽസ്വഭാവിയായ മണവാളിനെയാണ് കുട്ടിക്ക് അയച്ചിരിക്കുന്നത്. അവനാണ് എൻ്റെ ഫ്രണ്ട് അശോക്. അവനെ ഒരിക്കലും മിസ് ചെയ്യരുത്. അടുപ്പമുള്ള സുഹൃത്തുക്കൾ പറഞ്ഞാൽ കള്ളമായിരിക്കും. വേണമെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. മാമി, കണ്ണീർ പുഴിയോരത്തില് ജയദേവൻ എങ്ങനെയാ ആള്? അവൻ വളരെ നല്ലവനല്ലേ. അവനെ പോലെ ഒരാൾ ഈ ലോകത്തിലേ ഇല്ല. പിന്നെ അർച്ചനയുണ്ടല്ലോ. വിട്ട അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നു. പൊക്കോ പൊക്കോ മതി. കേട്ടില്ലേ പബ്ലിക്കൊക്കെ എന്താ പറയുന്നതെന്ന്? ഞാൻ അവന്റെ കൂട്ടുകാരനാ. ഞാനാ പറയുന്നത്, ഈ ലോകത്തിൽ ഒരു യോഗ്യനുണ്ടെങ്കിൽ അത് അശോക് തന്നെയാ. അങ്ങനെയാ പറയുന്നേ. നല്ലോണം നോക്കിക്കോളും. ഓക്കെ എന്ന് പറ കുട്ടി. പെങ്ങള് ചിരിച്ചു കഴിഞ്ഞു. അളിയാ അളിയാ. ഡാ, പ്രാർത്ഥിക്കാൻ വന്നവരൊക്കെ സൈലന്റ് ആയിട്ടാ പോകുന്നത്. ചൊവ്വരനെ നോക്കി എന്തിനാടാ ഇങ്ങനെ കുമ്പിടുന്നത്? അളിയ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട്. അളിയാ, ഇത് തന്നിട്ട് വാടാ. പിന്നെ അല്ലാതെ വടയം വെച്ച സാമ്പാർ ഒഴിച്ചു തരണോ? അളിയാ, പണ്ട് ആണുങ്ങൾ കൊടുക്കുന്ന പോലെ ഇപ്പൊ പെണ്ണുങ്ങളും തരാൻ തുടങ്ങിയടാ. പഴയ വടയം. അപ്പൊ പിന്നെ എന്ത് തേങ്ങ ഇത്? പൊട്ടാ, പെണ്ണുങ്ങൾ എന്ത് തന്നാലും അതിലൊരു കാര്യം. കണ്ടോ, കുളക്കരയിലേക്ക് വരണം. ലൊക്കേഷനൊക്കെ പറഞ്ഞല്ലോ. എന്താ സംസാരിക്കണ്ടേ? വാക്കുകൾ കിട്ടുന്നില്ല. എനിക്കിത് ആദ്യമായിട്ടാ. കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. അതെ അതെ, എനിക്കും അങ്ങനെ തന്നെ. ഭയങ്കര ടെൻഷനായിട്ട് വയ്യ. ഞാൻ കൈയൊന്നും പിടിക്കുന്നില്ല. കുഴപ്പമില്ല. ഭഗവാനെ, ഇപ്പൊ കൈ പിടിച്ചിരിക്കുന്ന ആ പെണ്ണിനെ മാത്രം കൂട്ടിക്കൊണ്ട് മഹാബലിപുരം മാത്രം ചുറ്റാതെ മണ്ഡപത്തിന് ചുറ്റും കറങ്ങുകയാണെങ്കിൽ മെറീന ബീച്ചിൽ വെയിലത്ത് വേർതിരുന്ന് പ്രേമിക്കുന്ന 6 ജോഡികൾക്ക് ഞാൻ കുടം മേടിച്ചു കൊടുക്കാം. ഈ ചെറിയ കാര്യത്തിന് എന്തിനാടാ ഇത്ര ശ്രദ്ധ കാണിക്കുന്നേ? ഇതാണ് ചെറിയ കാര്യം. നന്ദിയാടാ. അവന്റെ അടുത്തൊന്ന് 100 കണക്കിന് പെണ്ണുങ്ങളുടെ മാനം ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. എന്താ ഇത്? കൈ നല്ല ചൂടാണല്ലോ. അത് ഒരു പെണ്ണിന്റെ കൈ ആദ്യമായിട്ടാ പിടിക്കുന്നത്. പെട്ടെന്ന് എന്തൊരു ഫീലിംഗ് പോലെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാന്നിരിക്കുക. ഇപ്പോ എന്നോട് എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. പറയാൻ മടിയാണെങ്കിൽ അത് സിംബോളിക്കായിട്ട് പറഞ്ഞാലും മതി, ഞാൻ മനസ്സിലായിക്കോളാം. അയ്യോ, കണ്ടില്ലേ അളിയ, ആദ്യമൊക്കെ ഒരു പെണ്ണ് ഈ വഴി പോയ അടയാറിലെത്തോന്ന് ചോദിച്ചപ്പോ ടപ്പെന്നൊരു കിസ് കൊടുത്തിട്ട് ഈ വഴി പോയാലെത്തോന്ന് പറഞ്ഞ ബസന്നഗറെ കൊണ്ടുപോയാനാ. എന്നാലിപ്പോ എന്റെ കൂട്ടുകാരൻ അവൻ നന്നായിടാ അളിയ. ഇനി ഞാൻ നിങ്ങളെ എന്നാ കാണുക? ഒരു സെക്കൻഡ്. ഈ ഗ്രീറ്റിംഗ് കാർഡ് ഞാൻ കൊടുക്കാനിരുന്ന അതിലെന്റെ ഫോൺ നമ്പർ ഉണ്ട്. എപ്പോ വിളിച്ചാലും എന്നെ കിട്ടും. ഞാൻ 10 ഓടി വരാം. സക്സസ് ആണോ? യെസ് അളിയാ, ഒരുപാട് നന്ദിയുണ്ട് അളിയാ. ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ എന്റെ കടമയല്ല ചെയ്ത അളിയ. അശോക്, ആ പെണ്ണിന്റെ കണ്ണിൽ നിന്നും കണ്ണ്, മൂക്ക്, വായി, കാത് എവിടെ നിന്ന് വെള്ളം വന്നാലും അത് ആനന്ദ കണ്ണീരായിരിക്കണം. നിന്റെ 3D ഗ്ലാസ് ആണ് സത്യം അളിയാ. നീ ഇനി കണ്ടോ അങ്ങോട്ട്? അപ്പൊ നമുക്കിത് ആഘോഷിക്കണ്ടടാ. അറിയാല കാശുള്ളത് പോക്കറ്റേ ഇല്ലടാ. എന്നാ വാ, വേറെ എന്തെങ്കിലും പരിപാടി ഇടാം. ഒരു ഐഡിയ. എന്റെ ചേട്ടന്റെ ആൾ ഇവിടെ അല്ലേ ജോലി ചെയ്യുന്നത്? എന്തെങ്കിലും പറഞ്ഞ് ചേച്ചിയുടെ നിന്ന് മേടിച്ചിട്ട് വാ. അത് വേണോ? എന്നായിക്കോട്ടെ, നീ വെയിറ്റ് ചെയ്യ്. ഞാൻ പോയി കറക്കിട്ട് വരാം. എങ്ങനെയാ ബുജി ബാബു നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ?